ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നാം നോക്കുന്നത് ഏതെല്ലാം തരത്തിലുള്ള ഡയപ്പേഴ്സ് ഉണ്ടെന്നാണ്. നമ്മൾ സാധാരണയായിട്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഡയപ്പർ. ഡയപ്പർ പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. അതായത് ഡിസ്പോസിബിൾ ഡയപ്പർ, പിന്നെ ക്ലോത്ത് ഡയപ്പർ, പിന്നെ ക്ലോത്ത് ഡയപ്പറിൻ്റെയും ഡിസ്പോസിബിൾ ഡയപ്പേഴ്സിൻ്റെയും രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് ഉൾക്കൊള്ളുന്നതായിട്ട് വേറൊരു തരത്തിലുള്ള ഡയപ്പർ കൂടെ ഉണ്ട്. ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഡിസ്പോസിബിൾ ഡയപ്പർ നമ്മളെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ പരസ്യങ്ങളിലെല്ലാം കാണുന്ന പോലെ പാമ്പേഴ്സ്, ഹഗ്ഗീസ്, മോമി പോക്കോ, സപ്ലേസ്, പിന്നെ അങ്ങനെ ഒരുപാട് ബ്രാൻഡിൻ്റെ നമ്മൾ പരസ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ഡിസ്പോസിബിളാണ് ഇത്തരത്തിലുള്ള ഡയപ്പേഴ്സ്. അടുത്ത ഡയപ്പേഴ്സ് എന്ന് പറയുന്നത് ക്ലോത്ത് ഡയപ്പേഴ്സാണ്. അത് ഒരു പക്ഷേ നിങ്ങളെല്ലാവർക്കും അറിയണമെന്നില്ല. ഒരു ക്ലോത്ത് ഡയപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി കൊണ്ടുള്ള ഡയപ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനും അതിൻ്റേതായിട്ടുള്ള പല പ്രത്യേകതകളും ഉണ്ട്. പിന്നെയുള്ള ഡയപ്പറാണ് ഡിസ്പോസിബിൾ ഡയപ്പറിൻ്റെയും ക്ലോത്ത് ഡയപ്പറിൻ്റെയും ഫീച്ചേഴ്സ് ഉൾക്കൊള്ളുന്നതായിട്ട്. അതായത് ഈ ഒരു ഡയപ്പേഴ്സിൻ്റെ ഫ്രണ്ട് ഭാഗം, അതായത് ഔട്ടർ കവറായിട്ട് വരുന്നത് ഒരു ക്ലോത്ത് കൊണ്ടുള്ള മെറ്റീരിയലാണ്. അതുപോലെ ഉള്ളിൽ നമ്മൾ സാധാരണയായിട്ട് ക്ലോത്ത് ഡയപ്പറിന് ഉപയോഗിക്കുന്ന പോലെയുള്ള ഒരു ക്ലോത്ത് ഇൻസേർട്ട് അല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഇൻസേർട്ടാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഡയപ്പേഴ്സ് 3 തരത്തിലാണ് ഉള്ളത്. ഡിസ്പോസിബിൾ ഡയപ്പറിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നും അതുപോലെ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിസ്പോസിബിൾ ഡയപ്പർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് നമ്മൾ കടയിൽ നിന്ന് പാക്കുകളായിട്ട് വാങ്ങുന്നതാണ്. ചെറിയ പാക്കായിട്ടും കിട്ടും, വലിയ പാക്കായിട്ട്, അതായത് മന്ത്ലി പാക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു 70 എണ്ണം, 78 എണ്ണം, 90 എണ്ണം അങ്ങനെയൊക്കെ രീതിയിൽ വലിയ പാക്കുകളായിട്ട് നമുക്ക് ഈ ഡിസ്പോസിബിൾ ഡയപ്പർ വാങ്ങാനായിട്ട് പറ്റും. കുട്ടികളുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസ്പോസിബിൾ ഡയപ്പർ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ കുഞ്ഞിൻ്റെ വെയിറ്റ് 14 കിലോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 കിലോ ആ ഒരു ഇപ്പോൾ ചിലപ്പോൾ 12 kg തൊട്ട് 15 kg വരെയുള്ളത് ഒരൊറ്റ സൈസായിരിക്കും. അത് ചിലപ്പോൾ എക്സൽ സൈസായിരിക്കും. അത് ഓരോ ബ്രാൻഡിനും അനുസരിച്ചിട്ട് ഇതിൻ്റെ സൈസിൽ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ ഏതാണോ വാങ്ങുന്നത് അതനുസരിച്ചിട്ട് അതിൻ്റെ സൈസ് നോക്കി വാങ്ങണം. അതുപോലെ സൈസ് ചാർട്ട് അതിൻ്റെ പാക്കിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് വളരെ ഈസിയാണ് നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടാകുന്നത് എന്ന് കണ്ടുപിടിക്കാനായി. കുട്ടികളെ ധരിപ്പിക്കാനും വളരെ ഈസിയാണ്. അത് അവർക്ക് ഇട്ടുകൊടുക്കാനായിട്ട് അമ്മമാരെ സംബന്ധിച്ച് ഒരു പണിയുമില്ല. പിന്നെ അത് റിമൂവ് ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിലും വളരെ ഈസിയാണ്. കാരണം ഈ ഡിസ്പോസിബിൾ ഡയപ്പറിൻ്റെ സൈഡ് നമുക്ക് ജസ്റ്റ് ടിയർ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ഡയപ്പറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇട്ടതിന് ശേഷം നമുക്കത് ഡിസ്പോസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു യാത്ര പോവാണ്, യാത്ര പോകുമ്പോൾ ഒന്നും നമുക്ക് ഈ ക്ലോത്ത് ഡയപ്പറിനെ പോലെ വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ സമയത്തൊക്കെ ഡിസ്പോസിബിൾ ഡയപ്പർ തന്നെയാണ് ഏറ്റവും നല്ലത്. നമുക്ക് അത് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റും. ഡിസ്പോസിബിൾ ഡയപ്പർ ഓൾമോസ്റ്റ് അത് ഒരു ലീക്ക് പ്രൂഫാണ്. വലിയൊരു പാക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഒരു കൂടി വന്നാൽ ഒരു 4-5 എണ്ണമൊക്കെ ലീക്ക് ചെയ്യുന്ന തന്നെ വിചാരിക്കുക. എങ്കിലും ബാക്കിയുള്ളതെല്ലാം തന്നെ നല്ല ലീക്ക് പ്രൂഫായിട്ട് നല്ല അബ്സോർബായിട്ട് കിട്ടും. ഈ ഡിസ്പോസിബിൾ ഡയപ്പറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ട്രിം. അതായത് കുഞ്ഞിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് അത് ഇരിക്കും. കുഞ്ഞിന് അതിൻ്റെ മുകളിൽ ഒരു ഡ്രസ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡയപ്പർ ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അതൊക്കെയാണ് ഡിസ്പോസിബിൾ ഡയപ്പറിൻ്റെ മെയിനായിട്ടുള്ള ഗുണം. എന്നാൽ ഡിസ്പോസിബിൾ ഡയപ്പറിന് ചില ദോഷങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിസ്പോസ് ചെയ്യണം. നമ്മൾ കത്തിച്ച് കളയാനാണ് സാധാരണ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കത്തിച്ച് കളയുന്നതും പ്ലാസ്റ്റിക് ആണ് ഈ ഒരു സംഗതി. അതുകൊണ്ട് പ്രകൃതിക്ക് വളരെ ദോഷമാണ്. പലരെ സംബന്ധിച്ചും ഇപ്പോഴത്തെ കാലത്ത് അടുത്തടുത്ത് വീടുകളാകുമ്പോൾ അത് കത്തിച്ച് കളയാനുള്ള ഒരു സംവിധാനവും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ ഡിസ്പോസൽ ബുദ്ധിമുട്ടായിട്ട് തീരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രൈസാണ്. ഈ ഡിസ്പോസിബിൾ ഡയപ്പർ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല പൈസ കൊടുക്കേണ്ടി വരും. ഡയപ്പറിന് ഒരു 10 രൂപയുടെ അടുത്ത് വരും. നമ്മൾ ആദ്യം വിചാരിക്കും 10 രൂപയല്ലേ വരുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഉപയോഗിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഫുള്ള് നിങ്ങൾ ഡയപ്പറിങ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഓരോ 3 അവേഴ്സിലും അറ്റ്ലീസ്റ്റ് ഒരു 3 അവേഴ്സിലും നമ്മൾ ഈ ഡയപ്പേഴ്സ് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഡിസ്പോസിബിൾ ഡയപ്പർ തന്നെ എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ളത്, അപ്പോൾ അതുകൂടെ നിങ്ങൾ കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്കണോമിക്കലായിട്ട് എങ്ങനെ ഡിസ്പോസിബിൾ ഡയപ്പർ ഉപയോഗിക്കാം എന്ന് മനസ്സിലാകും. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ക്ലോത്ത് ഡയപ്പറിനെ കുറിച്ചാണ്. ക്ലോത്ത് ഡയപ്പർ എന്ന് പറഞ്ഞല്ലോ, അതായത് ഫുള്ളി തുണി കൊണ്ടുള്ള ഒരു ഡയപ്പറാണ്. അപ്പോൾ ഈ ക്ലോത്ത് ഡയപ്പർ ഇതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും തുണിയല്ലേ ഇത്. ഈ ഡിസ്പോസിബിൾ ഡയപ്പർ ഉപയോഗിക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടൊക്കെ നമുക്ക് കുട്ടിയുടെ ഫീലാവും. അതുപോലെ തന്നെ ക്ലോത്ത് ഇരിക്കുമോ, ക്ലോത്ത് നനവുണ്ടാവില്ലേ എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടാവും. ഞാനും ആദ്യത്തിൽ ഉപയോഗിക്കുമ്പോൾ എനിക്കും ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഡിസ്പോസിബിൾ ഡയപ്പർ എത്രത്തോളം നല്ലതാണോ അത്രത്തോളം തന്നെ നല്ലതാണ് നമ്മുടെ ക്ലോത്ത് ഡയപ്പർ.
പിന്നെ ക്ലോത്ത് ഡയപ്പർ എന്ന് പറയുമ്പോൾ അതിനും ഈ പറഞ്ഞതുപോലെ തന്നെ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്, ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കഴുകി എത്ര കാലത്തോളം വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മേന്മ. പിന്നെ ക്ലോത്ത് ഡയപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കളറിൽ പല പ്രിൻസിലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ വരുന്നതെല്ലാം തന്നെ വളരെ ഭംഗിയുള്ള നല്ല രസമുള്ള കാണാൻ നല്ല ചന്തമുള്ള പ്രിൻസും കളേഴ്സും ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇട്ട് നടത്തുന്നത് തന്നെ നല്ലൊരു കാണാനായിട്ട് നല്ല രസമായിരിക്കും. അതുകൊണ്ട് അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. നമ്മൾ എപ്പോഴും ഡിസ്പോസിബിൾ വരുന്നത് ഒരു വൈറ്റ് കളറിലായിരിക്കുമല്ലോ, വേറെ കളർ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യാം. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ക്ലോത്ത് ഡയപ്പറിൽ ഉണ്ട്. മാത്രമല്ല ഇത് കുഞ്ഞുങ്ങൾക്ക് സ്കിൻ ഫ്രണ്ട്ലി ആണ്, ക്ലോത്ത് ആണ് ഉപയോഗിക്കുന്നത്. ചില കുഞ്ഞുങ്ങൾക്ക് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ഉപയോഗിക്കുന്നത് ഒരുപാട് അലർജി ഉണ്ടാക്കുന്നുണ്ട്. അത്തരം കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ക്ലോത്ത് ഡയപ്പർ ചൂസ് ചെയ്യാം. കാരണം അത് അവർക്ക് കൂടുതൽ അവരുടെ ബേബി സ്കിന്നിന്, സെൻസിറ്റീവായുള്ള സ്കിന്നിന് നല്ലതാണ്. റാഷസ് വരില്ല എന്നൊന്നും പറയില്ല. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അത് ക്ലോത്ത് ഡയപ്പർ ആയാലും ഡിസ്പോസിബിൾ ഡയപ്പർ ആയാലും നമ്മൾ മാറ്റി കൊടുത്തില്ലെങ്കിൽ ഒരു 3 അവേഴ്സെങ്കിലും കഴിയുമ്പോൾ നമ്മൾ മാറ്റി കൊടുക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ റാഷസ് വരാറായിട്ട് ഡിസ്പോസിബിൾ എത്രയ്ക്ക് സാധ്യതയുണ്ടോ അതുപോലെ തന്നെയുള്ള സാധ്യത ക്ലോത്ത് ഡയപ്പർ ഉപയോഗിക്കുമ്പോഴും ഉണ്ട്. അപ്പോൾ ക്ലോത്ത് ഡയപ്പറിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ളി ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഇത് പ്രകൃതിക്ക് ഒരുപാട് എന്താ പറയുക, നമ്മൾ നൽകുന്ന ഒരു നല്ലൊരു കാര്യമാണെന്ന് പറയാം. ഡിസ്പോസിബിൾ പോലെ പ്ലാസ്റ്റിക് പോലെ കത്തിക്കുകയോ നമ്മൾ വലിച്ചെറിയുകയോ ചെയ്യുന്നില്ല. തുണി നമുക്ക് വീണ്ടും നമ്മൾ കഴുകി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിക്കും നല്ലതാണ്. ക്ലോത്ത് ഡയപ്പറിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ഒട്ടും ഒരു ട്രിം ആയിട്ട് ഇരിക്കില്ല എന്നുള്ളതാണ്. ക്ലോത്ത് ഡയപ്പർ കുഞ്ഞിനെ ധരിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് പൊന്തി നിൽക്കുന്നതായിട്ട് തോന്നും. ഒരു പെൺകുട്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോക്കൊക്കെയാണ് ഇട്ട് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡയപ്പേഴ്സ് കിട്ടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈവൻ നമുക്ക് പുറത്ത് പോകുമ്പോഴും ഇത്തരത്തിലുള്ള ഡയപ്പേഴ്സ് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നിങ്ങളുടേത് ഒരു ആൺകുട്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ട്രൗസറൊക്കെയാണല്ലോ ഇടിക്കുക, അല്ലെങ്കിൽ ഇനി പെൺകുട്ടികൾ തന്നെയാണെങ്കിൽ ചിലപ്പോൾ പാൻസ് ഇടിക്കും, ട്രൗസേഴ്സ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു ക്ലോത്ത് ഡയപ്പറിൻ്റെ മീതെ കൂടെ ഇത്തരത്തിലുള്ള ഒരു ട്രൗസറോ പാൻസോ ഇടുന്നത് അതുപോലെയുള്ള ഒരു നീറ്റ്നെസ് ക്ലോത്ത് ഡയപ്പറിന് മീതെ പാൻറ് ഇടുമ്പോൾ കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പോസബിൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ നിങ്ങൾ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ മറ്റാരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഡയപ്പർ കെട്ടിച്ച് വളരെ ഈസി ആയിട്ട് കുട്ടികളെ വിടാവുന്നതാണ്. അടുത്ത തരം ഒരു ഡയപ്പറാണ്. പുറമേ ക്ലോത്ത് കൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്, എന്നാൽ അകത്ത് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഇൻസേർട്ടാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ക്ലോത്ത് ഡയപ്പറിനെ പോലെ തന്നെ ഇതിൻ്റെ ഔട്ടർ കവർ വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാം, എന്നാൽ ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യുകയും ആവാം. നമ്മൾ ഡിസ്പോസിബിൾ ഡയപ്പറിൽ ഉപയോഗിക്കുന്ന പോലെയുള്ള ഒരു ഡിസ്പോസിബിൾ ഇൻസേർട്ടാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഡിസ്പോസിബിൾ ഇൻസേർട്ട് നമുക്ക് ഒരെണ്ണം ഉപയോഗിച്ച് മാറ്റിക്കളഞ്ഞ് അടുത്തത് വെച്ച് നമ്മൾ ഇങ്ങനെ വേറെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ആവാം. അങ്ങനെ അതൊരു പുതിയ രീതിയിലുള്ള പുതിയ ടൈപ്പ് ഓഫ് ഡയപ്പറാണ്.